അയോധ്യ രാമക്ഷേത്രത്തിന് ബോംബ് ഭീഷണി. സംഭവത്തിൽ 2 പേരെ ലക്നൌവിലെ ഗോമതി നഗറിൽ നിന്ന് UP സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് അറസ്റ്റ് ചെയ്തു. ഗോണ്ട സ്വദേശികളായ ഓംപ്രകാശ് മിശ്ര, തഹർ സിംഗ് എന്നിവരെയാണ് പിടികൂടിയത്. കൂടുതൽ വിവരങ്ങളുമായി അയോധ്യയിൽ നിന്ന് അർജുൻ പീതാംബരൻ ചേരുകയാണ്. അർജുൻ, എങ്ങനെയാണ് ഈ ഭീഷണി വന്നത്? ഈ പിടിയിലായ ആളുകൾ തന്നെയാണോ ഈ ഭീഷണിക്ക് പിന്നിൽ? ഈ പശ്ചാത്തലത്തിൽ ഏത് രീതിയിലാണ് സുരക്ഷ? അഞ്ജിത, പിടിയിലായവർ തന്നെയാണ് ഭീഷണിക്ക് പിന്നിലുള്ളത്. സമൂഹ മാധ്യമ അക്കൗണ്ട് വഴി എക്സ് വഴിയാണ് ഈ 2 പേരും അയോധ്യ രാമക്ഷേത്രത്തിനെതിരെയും അതുപോലെ തന്നെ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെയും ഭീഷണി മുഴക്കിയിരിക്കുന്നത്. കഴിഞ്ഞ നവംബറിൽ ഇവർ ഈ എക്സ് വഴി ഭീഷണി മുഴക്കിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് പോലീസിന്റെ വൃത്തങ്ങൾ അറിയിക്കുന്നത്. ഇതിൽ ഓംപ്രകാശ് മിശ്രയാണ് ഈ ഭീഷണി സന്ദേശം അയച്ചത്. എക്സിൽ ആ അക്കൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇമെയിൽ അഡ്രസ്സ് ഉണ്ടാക്കിയെടുത്തത്, ക്രിയേറ്റ് ചെയ്തെടുത്തതാണ് തഹർ സിംഗ്. അതുകൊണ്ട് തന്നെയാണ് ഇവരെ 2 പേരും പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ന് ഉത്തർപ്രദേശിലെ തന്നെ ഗോമതി നഗറിൽ നിന്നും, ലക്നൌവിലെ ഗോമതി നഗറിൽ നിന്നുമാണ് ഈ 2 പേരെയും പിടികൂടിയിരിക്കുന്നത്. 2 ദിവസം മുൻപ് തന്നെ ഈ 2 പേരെയും ഐഡന്റിഫൈ ചെയ്ത് അവർക്കെതിരെയുള്ള FIR എല്ലാം തന്നെ രജിസ്റ്റർ ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു അറസ്റ്റ് വന്നിരിക്കുന്നത്. ഈ അറസ്റ്റിൻ്റെ എല്ലാം തന്നെ, ഈ ഭീഷണിയെല്ലാം തന്നെ, അതിൻ്റെ എല്ലാം തന്നെ പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള സുരക്ഷ അയോധ്യ രാമക്ഷേത്രത്തിന് മുൻപിൽ ആ പ്രവേശന കവാടത്തിലെല്ലാം തന്നെ ഇതിനോടകം സജ്ജീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ പ്രധാന തീർത്ഥാടന കേന്ദ്രമായിട്ടുള്ള, ഇപ്പോൾ അവസാന ഘട്ടമായി നിർമ്മിതിയിലിരിക്കുന്ന ആ പ്രധാനപ്പെട്ട ജന്മഭൂമി ക്ഷേത്രം, രാമജന്മഭൂമി ക്ഷേത്രത്തിൻ്റെ പ്രവേശന കവാടത്തിലാണ്. ഇവിടെ നിന്നും ഏകദേശം ഒരു 700 മീറ്റർ കാൽനടയായിട്ട് വേണം ഭക്തർക്ക് പ്രവേശിക്കാനായിട്ട്. അതായത് പ്രധാന റോഡിൽ നിന്നും കാൽനടയായി ഒരു 700 മീറ്റർ നടന്നുകൊണ്ട് വേണം ഈ പുതുതായി നിർമ്മിക്കുന്ന 22-ാം തീയതി പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കാൻ പോകുന്ന രാമജന്മഭൂമി ക്ഷേത്രത്തിലേക്കുള്ളത്. അതിൻ്റെ തൊട്ട് പുറകുവശത്തായി തന്നെ ഇപ്പോൾ നിലവിൽ ആരാധനാമൂർത്തി ഇരിക്കുന്ന, വിഗ്രഹം ഇരിക്കുന്ന പഴയ ക്ഷേത്രമുണ്ട്. അവിടെ ഇപ്പോഴും ആരാധന നടക്കുന്നുണ്ട്. രാവിലെ 7 മണി മുതൽ 11 മണി വരെയും അതുപോലെ തന്നെ ഉച്ചതിരിഞ്ഞ് 2-2:30 മുതൽ രാത്രി 7 മണി വരെയുമാണ് ഈ ഒരു ആരാധനാമൂർത്തികൾ അവിടെ ആരാധിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവേശനമുള്ളത്. അതെല്ലാം കാണാനും അതുപോലെ തന്നെ ഇപ്പോൾ നിർമ്മിതിയിലിരിക്കുന്ന അവസാനഘട്ട ഒരുക്കങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന രാമക്ഷേത്രം കാണാനായിട്ടും നിരവധി ആളുകൾ, ഈ ലക്ഷങ്ങൾ ദിവസവും വരുന്നുണ്ട് എന്നുള്ള കാര്യം തന്നെ പോലീസ് വ്യക്തമാക്കുന്നത്. പക്ഷേ പുതുതായി നിർമ്മിച്ചെടുക്കുന്ന രാമക്ഷേത്രത്തിൻ്റെ പരിസരത്തിലേക്ക്, അതിൻ്റെ തൊട്ടടുത്തേക്ക് വരെ പ്രവേശനമില്ല. ഒരു പരിസരത്ത് വെച്ച് ബാരിക്കേഡ് വെച്ച് പോലീസ് തടുക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് ആർക്കും പോകാനായിട്ട് സാധിക്കില്ല. അതല്ലാതെ മറ്റൊരു വഴി തിരിഞ്ഞു വേണം ഈ നേരത്തെ താൽക്കാലികമായി വിഗ്രഹം വെച്ചിട്ടുള്ള പ്രദേശത്തേക്ക് പോയി ആളുകൾക്ക് പ്രാർത്ഥിക്കാനെല്ലാം തന്നെ മറ്റൊരു വഴി സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതിനോടകം തന്നെ ഈ അയോധ്യ നഗരം മുഴുവൻ 10,000-കണക്കിന് പോലീസിനും അതുപോലെ തന്നെ കൂടുതൽ സുരക്ഷാ സേനയും വിന്യസിച്ചുകൊണ്ടുള്ള ഒരു പഴുതടച്ച സുരക്ഷ തന്നെയാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ചും മറ്റുള്ള വാഹനങ്ങൾ, അതായത് ഈ അയോധ്യ നഗരിക്ക് അകത്തല്ലാതെ മറ്റുള്ള വാഹനങ്ങൾക്ക് പ്രവേശിക്കാൻ പോലും ഒരു ലോക്കൽ ആധാർ കാർഡോ അല്ലെങ്കിൽ ലോക്കൽ ഡ്രൈവറോ വേണം. അതല്ലാത്തവർക്ക് സ്പെഷ്യൽ പെർമിഷൻ SP-യുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ SP-യുടെ കയ്യിൽ നിന്നും സ്പെഷ്യൽ പെർമിഷൻ എടുത്താൽ മാത്രമേ അയോധ്യയ്ക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ള കാര്യം തന്നെ നമ്മൾ അധികാരികളെ സമീപിച്ച സമയത്ത് അവർ പങ്കുവെച്ചു. ഇപ്പോൾ ഇന്ന് 3-ാം തീയതി ഏകദേശം ഒരു 19 ദിവസം മാത്രമാണ് ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനായിട്ട് ബാക്കിയുള്ളത്. ഓരോ ദിവസം അടുക്കുന്തോറും ആ ഉത്സവാന്തരീക്ഷം കൂടിക്കൂടി വരുന്നുണ്ട്. ലക്ഷോപലക്ഷം ആളുകൾ ഒഴുകിയെത്തുന്നുണ്ട്. ഈ കൂടുതൽ സുരക്ഷ കർശനമാക്കുന്നതിന് മുൻപ് അയോധ്യയിലെത്തി ആ രാമജന്മഭൂമി ക്ഷേത്രത്തെ ഒരു നോക്ക് ദർശിച്ച് പോകാൻ വേണ്ടിയിട്ട്. കാരണം 15-ാം തീയതിയോടുകൂടി തന്നെ കർശന സുരക്ഷയായിരിക്കും അയോധ്യയിലും ഈ പരിസരത്തും മുഴുവൻ ഉണ്ടാകുക. അനുവദിക്കാത്ത അല്ലെങ്കിൽ മുൻകൂട്ടി അനുവാദം നൽകാത്ത ഒരു വാഹനത്തിനോ ഒരാൾക്കോ പോലും ഈ പ്രദേശത്തേക്ക് പ്രവേശിക്കാനുള്ള അനുമതി ഉണ്ടാകില്ല എന്നുള്ള കാര്യം നേരത്തെ തന്നെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റും അതുപോലെ തന്നെ SP-യും വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടി വരുന്ന ദിവസത്തിൽ ഭക്തരുടെ ഒരു ഒഴുക്ക് അയോധ്യയെ ലക്ഷ്യമാക്കി, രാമജന്മഭൂമി ക്ഷേത്രത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഉണ്ടാകുമെന്നുള്ള കാര്യം തന്നെ വ്യക്തമായിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള സജ്ജീകരണം ചെയ്തു കൊടുക്കാൻ, അതായത് ഈ ഓരോ ആളുകളെയും കൃത്യമായിട്ടുള്ള ഇടത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വോളണ്ടിയർ ചെയ്തുകൊണ്ട് നിരവധി ആളുകളും ഈ പ്രവേശന കവാടത്തിന് അടുത്ത് തന്നെ ഒരു ടെൻറ്റ് പോലെ, അതായത് ഹെൽപ്പ് സെൻ്റർ ആയിട്ടെല്ലാം തന്നെ ഈ ജന്മഭൂമി തീർത്ഥക്ഷേത്രയുടെ അധികാരികൾ സജ്ജീകരിച്ചു വെച്ച ഒരു കേന്ദ്രമുണ്ട്. ഇവിടെ വെച്ച് ഈ സഹായങ്ങൾ, അതായത് അകത്തേക്ക് പ്രവേശിക്കാനും അതുപോലെ തന്നെ മറ്റിടങ്ങൾ കാണാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളും അവർക്ക് വേണ്ട സഹായങ്ങളും ചെയ്തു കൊടുക്കാൻ വേണ്ടി നിരവധി ആളുകൾ സജ്ജമായി തന്നെ ഇവിടെ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നിരവധി ആളുകൾ, ഈ
ആളുകൾ വരുന്നു എന്ന് പറയുന്ന സമയത്ത് ഉത്തർപ്രദേശിൽ നിന്നോ അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്നോ മാത്രമല്ല, ഇന്ത്യ ഒട്ടാകെ സൗത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും എല്ലാം ഉൾപ്പെടെ നിരവധി ഭക്തർ ഇതിനോടകം തന്നെ അയോധ്യയെ ലക്ഷ്യമാക്കി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പ്രവേശന കവാടത്തേക്ക് അകത്തേക്ക് വരുമ്പോഴും അതല്ലാതെ മെയിൻ റോഡുകളിലും വഴിയോര കച്ചവടക്കാരും സജീവമാകുന്നുണ്ട്. കുറച്ചുകൂടി സമയം കഴിഞ്ഞാൽ, ഇപ്പോൾ രാവിലെ ഒരു തണുപ്പ് എല്ലാം വിട്ടുവരുന്ന സമയമാണ്. ഇത് ഒരല്പം കൂടി സമയം കഴിഞ്ഞാൽ കൂടുതൽ വഴിയോര കച്ചവടക്കാർ കൂടി ഈ പ്രദേശത്തേക്ക് എത്തും. സജീവമായി തന്നെ കച്ചവടം നടക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഈ രാമനുമായി ബന്ധപ്പെട്ട ഈ ആരാധനാമൂർത്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതും അതുപോലെ തന്നെ രാമൻ്റെ കൊടികളും രാമൻ്റെ വിഗ്രഹങ്ങളും തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇവിടെ വിൽപ്പനയ്ക്കായി വെച്ചിട്ടുള്ളതും അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ കച്ചവടമായി പോകുന്നതും എന്നുള്ള കാര്യം കൂടി ഇവിടെ ഉള്ളവർ പങ്കുവെക്കുന്നുണ്ട്. അതല്ലാതെയും നിരവധി ആളുകൾ വരുന്ന സമയത്ത് അവരെല്ലാവരും കണ്ട് വാങ്ങി പോകുന്നുണ്ട്. ഭയ്യ धंधा कैसा चल रहा है? ठीक चल रहा है बड़े भाई। ज्यादा लोग आ रहे हैं यहाँ पे? हाँ ज़्यादा लोग आ रहे हैं। अभी भी भीड़ कैसा है? अभी भी ठीक है धंधा के लिए। आगे जाके बढ़ जाएगा? हाँ बढ़ जाएगा। अभी जब मंदिर उद्घाटन होगा तो बढ़ेगा, यात्री आएंगे। तो आप सब लोग वेटिंग है वो प्राण प्रतिष्ठा चरण सबके लिए? ये कहाँ है? वेटिंग है आप? हाँ वेटिंग है। തീർച്ചയായിട്ടും അജിത, എല്ലാവരും കാത്തിരിക്കുകയാണ് ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനായിട്ട്. അതിനു മുൻപുള്ള അവസാനവട്ട ചടങ്ങുകൾ, അവസാനവട്ട ഒരുക്കങ്ങൾ തന്നെയാണ് ഇപ്പോൾ അയോധ്യയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് 22-ഓടനുബന്ധിച്ച് ക്ഷണിക്കപ്പെട്ട അതിഥികളല്ലാതെ ആരും തന്നെ ഈ പ്രദേശത്തേക്ക്, പ്രത്യേകിച്ച് അയോധ്യ രാമക്ഷേത്രത്തിലേക്ക് വരരുത് എന്നുള്ള നിർദ്ദേശം നേരത്തെ നൽകിയിരുന്നു. 23 ശേഷം മാത്രമായിരിക്കും പൊതുജനത്തിന് ഇവിടേക്കുള്ള എൻട്രി എന്ന് പറയുന്നത്, പ്രവേശനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ നിയന്ത്രണങ്ങൾ, കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ വരുന്നതിന് മുൻപ് ഈ നിർമ്മിതിയിൽ ഇരിക്കുന്ന ക്ഷേത്ര പരിസരവും അതുപോലെ തന്നെ ഇതിനോടക്കം തന്നെ താൽക്കാലികമായി വെച്ചിരിക്കുന്ന ആരാധനാമൂർത്തി ഇരിക്കുന്ന ക്ഷേത്രവും കണ്ട് തൊഴുതു പോവുക എന്നൊരു ലക്ഷ്യം നിരവധി ആളുകൾക്കുണ്ട്. അതുപോലെ തന്നെ വരുന്നവർക്ക് ഈ മുഖത്ത് വരയ്ക്കാനായിട്ട് ശ്രീരാമൻ്റെ എല്ലാം തന്നെ ഈ ചിത്രങ്ങളും എല്ലാം തന്നെ വരച്ചു കൊടുക്കാനായിട്ട് നിരവധി ആളുകൾ ഈ പ്രദേശത്തുണ്ട്. कैसा चल रहा है? भीड़ कैसा है यहाँ पे? ठीक है, हाँ आ रहे हैं लोग, ज़्यादा लोग आ रहे हैं यहाँ पे? हाँ तो वो कैसा, प्राण प्रतिष्ठा के लिए तैयारी कैसे हो रहा है? तैयारी हो रहा है प्राण प्रतिष्ठा के लिए। ആളുകളും പറയുന്നത് അത് തന്നെയാണ്. എല്ലാവരും ഒരു ഒരുക്കത്തിലാണ്, പ്രതീക്ഷയിലാണ്, കാത്തിരിപ്പിലാണ്, 22-ന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ്. അതിനു മുൻപ് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ നഗരം മുഴുവനായിട്ടൊരു ശുചിത്വ നഗരമാക്കി മാറ്റിയെടുക്കുക എന്നൊരു ലക്ഷ്യം കൂടി അധികാരികൾ, പ്രത്യേകിച്ചും സംസ്ഥാന സർക്കാരും കേന്ദ്രവും അയോധ്യയിൽ നിന്ന് അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകിയത്.